Very good morning. This is the first official online lecture of manufacturing technology ME 220. We'll start with module 3, which is forging. Yesterday I have released a trial video in which we have discussed what is forging, introduction to forging till its disadvantage. So in this video I am directly skipping this introduction part of forging, its products which are being forged, types of forging, as well as its disadvantage. Its disadvantage is mainly high cost and high residual stress. ഈ രണ്ടെണ്ണമാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു നടത്തിയത്. May I ask you, what will be the advantage of forging? Forging in the advantage എന്തായിരിക്കും? Its main advantage will be we could get a product with very good mechanical properties. കൂടുതൽ ലോഡ് വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്ന, ഹൈ വിയർ റെസിസ്റ്റൻ്റ് ഉള്ള, ഹാർഡ്നെസ് ഉള്ള ഏതൊരു മാനുഫാക്ചറിങ് പ്രോസസ്സിനെ അപേക്ഷിച്ചും ഈ പ്രോപ്പർട്ടീസ് ഒക്കെ ഹൈ ആയി കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും നമുക്ക് ഫോർജിങ് വഴി കിട്ടുക. Coming to microstructure as a function of manufacturing, here we are comparing three different products which are manufactured by casting, machining as well as forging. This figure represents its grain flow or grain orientation for these different products. One is shown as in red color, another one is shown in green color, and the forged product is shown in blue color. You could see that ഈ ഫോർജ് പ്രൊഡക്റ്റിൽ ഗ്രെയിൻ ഓറിയന്റേഷൻ ഈ ഡോട്ടഡ് ലൈനിൽ കാണിക്കുന്നത് എല്ലാം കണ്ടിന്യൂസ് ആണ്. ഇറ്റ് ഈസ് കണ്ടിന്യൂസ്ലി റണ്ണിങ് ത്രൂ ഔട്ട് ദ പ്രൊഡക്റ്റ്. Whereas in a machined product, you could see that somewhere these lines, continuously running lines, are being cut. ഈ ഇൻസൈഡിലുള്ള ഈ രണ്ട് പ്രൊഫൈൽ, these two profiles which are being created by metal removing. മെഷീനിൽ നമ്മൾ ഈ ഒരു രണ്ട് ഹോള് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അവിടുത്തെ മെറ്റീരിയൽ റിമൂവ് ചെയ്തിട്ടാണ്. ദാറ്റ്സ് വൈ ദീസ് ലൈൻസ് ആർ നോട്ട് continuously running. Whereas in casting, we are melting the metal and we are pouring into the mold cavity, so here there won't be a grain flow direction. ഇവിടെ എല്ലാം dendrites ഉണ്ടാവും and it will be like single grains. ഇവിടെ അങ്ങനെ ആയിരിക്കത്തില്ല. Grains will be arranged in a flow pattern or in a pattern which is parallel to each other. ഇതിനകത്ത് ഇടയ്ക്കത്തെ ഭാഗത്തെല്ലാം മുറിഞ്ഞു പോയിട്ടുണ്ടാവും. അങ്ങനെ മുറിഞ്ഞു പോകുന്നതുകൊണ്ടുള്ള കുഴപ്പം എന്താണ്? ദിസ് പാർട്ട് ഹിയർ നിയർ ടു ദ പ്രൊഫൈൽ വിൽ ബി ദ വീക്കസ്റ്റ് പാർട്ട്. ഇവിടെ എല്ലാം സ്ട്രെസ് റൈസേഴ്സ് ആയിട്ട് ഈ ഡിസ്ലൊക്കേഷൻസ് ഉണ്ടാവും. ഇവിടെ നോക്കിക്കോളൂ, ഹിയർ ദ grain flow is continuous, so this C product will be having high mechanical property. Each process has its own advantage and limitations regarding external and internal characteristics, material properties, dimensional accuracy, surface finish and economics of production. Surface finish ഏറ്റവും കൂടുതൽ ഏതിനായിരിക്കും? ഈ മെഷീൻഡ് ചെയ്ത പ്രൊഡക്റ്റിനായിരിക്കും. അത് കോംപ്ലക്സ് ആയിട്ടുള്ള ഷേപ്പ് കിട്ടുന്നത് ഏതിനകത്തായിരിക്കും? ഈ കാസ്റ്റ് ചെയ്ത എ എന്ന് പറയുന്ന പ്രൊഡക്റ്റിനകത്തായിരിക്കും. സി എന്ന് പറയുന്ന പ്രൊഡക്റ്റിനകത്തായിരിക്കും എന്തുണ്ടാവുക? ഹൈ മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് ഉണ്ടാവുക. എക്കണോമിക് എന്ന് പറയുന്നത് ഏതായിരിക്കും? എക്കണോമിക് എന്ന് പറയുന്നത് കുറച്ച് നമ്പേഴ്സേ ഉള്ളെങ്കിൽ മെഷീനിങ് ആയിരിക്കും എക്കണോമിക്കൽ. കുറച്ച് ഒരു ആവറേജ് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ കാസ്റ്റിംഗ് എക്കണോമിക്കലാണ്. ബട്ട് ഇഫ് ദ നമ്പേഴ്സ് ഈസ് വെരി ഹൈ ദെൻ ഓൺലി വി ക്യാൻ ഗോ ഫോർ ഫോർജിങ്. Now, effect of forging on microstructure. You could see two figures over here. Here the right side top one is a cast product in a microstructure. You could see like dendrites.
ഡെൻഡ്രൈറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ കൂൾ ചെയ്യുമ്പം ഡെൻഡ്രൈറ്റ്സ് ഫോം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാസ്റ്റിങ്ങിൽ പഠിച്ചിരുന്നു. യു കുഡ് സീ ദാറ്റ് ഇറ്റ് വിൽ ബി ലൈക്ക് ഇൻഡിവിജ്വൽ ഗ്രെയിൻസ്. സോ അതിന് പ്രത്യേകിച്ച് എഫക്റ്റ് ഒന്നും ഉണ്ടാവത്തില്ല മെറ്റീരിയലിൽ. നേരെ മറിച്ച് ഇൻ ഫോർജിങ് യു കുഡ് സീ ദാറ്റ് സിൻസ് ദ മെറ്റീരിയൽ ഈസ് ഫ്ലോയിങ് ഇൻ ടു ദ ഡൈ ക്യാവിറ്റി, ആ ഫ്ലോ ലൈൻസ് ആയിട്ട് തന്നെ കാണാൻ പറ്റും. സോ ഇൻ ഈച്ച് പ്രൊഫൈൽ these continuous lines will not be cut. എവിടെയും ലൈൻസ് മുറിഞ്ഞു പോകില്ല. അതേപോലെ തന്നെ ഡെൻസിറ്റി ഭയങ്കര കൂടുതലായിരിക്കും, കാരണം വി ആർ ഫോഴ്സിങ് ദ മെറ്റീരിയൽ ഇൻ ടു ദ ഡൈ ക്യാവിറ്റി. സോ അതാണ് ഫോർജിങ് പ്രൊഡക്റ്റിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ദ മെറ്റൽ ഫ്ലോ ഡ്യൂറിങ് ഫോർജിങ് provides fibrous microstructure. This structure gives better mechanical properties. ഇങ്ങനെ ഒരു നൂല് പോലെയുള്ള microstructure gives very good mechanical properties in the plane of maximum strain but lower across the thickness. thicknessൽ അത് കുറവായിരിക്കും എന്നാണ് അവർ പറയുന്നത്. The workpiece often undergo recrystallization. എന്തുകൊണ്ടാണ്? Because we are heating it to recrystallization temperature. Therefore, provides a finer grains compared to cast dendrites. ഈ കാസ്റ്റിംഗിൽ ഗ്രെയിൻസ് നോക്കിയേ, അവിടെയൊക്കെ വലിപ്പം കൂടിയ ഗ്രെയിൻസ് ആണ് കമ്പയറിംഗ് ടു ഫോർജിങ്. എന്തുകൊണ്ടാണ്? ഈ കാസ്റ്റിംഗിൽ ഡെൻഡ്രൈറ്റ്സ് ആണ് ഫോം ചെയ്യുന്നത്, റിസൾട്ടിംഗ് ഇൻ ഇംപ്രൂവ്ഡ് മെക്കാനിക്കൽ പ്രോപ്പർട്ടി ഇൻ ഫോർജിങ് as compared to the casting. Again, we could see a closer image where the microstructure is fibrous in a forged product. ഇത് രണ്ടെണ്ണം ഫോർജ് പ്രൊഡക്റ്റ് ആണ്. അവിടെ നോക്കിക്കോളൂ, മൈക്രോസ്ട്രക്ചർ എന്ന് പറയുന്നത് ഫൈബറസ് ആയിരിക്കും. We will come to next topic, that is classification of forging process. Forging process can be classified in two ways. One is by process and other is by equipment. By equipment, forging by hammer or drop hammers or a type. Second by press, by using a press. So press it can be hydraulic, mechanical, knuckle, fly press, etc. Whereas in forging by hammers it can be a hand or by drop hammer. ഇനി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ വരുന്നത് ബൈ പ്രോസസ് ആണ്. ഇറ്റ് can be classified into two, that is open die forging as well as closed die forging. എന്താ ഇത് തമ്മിലുള്ള വ്യത്യാസം? ഇന്നലത്തെ ട്രയൽ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻ ഓപ്പൺ ഡൈ ഫോർജിങ് our die and anvil will be flat or simply curved. In closed die forging ഒരു പ്രൊഫൈൽ നമ്മൾ അതിനകത്ത് മെഷീൻ ചെയ്തിട്ടുണ്ടാവും. Okay, now we will see what is open die forging, closed die forging and impression die forging. Open die forging, in this die as well as anvil will be flat and the shape of the product is maintained by rotating the product. നമ്മൾ ഓരോ പ്രാവശ്യം സ്ട്രോക്ക് കഴിഞ്ഞിട്ട് we will be rotating the product to obtain the required shape. Whereas in a closed die forging ന് സിമ്പിൾ ഡൈ ഷേപ്പും കോംപ്ലക്സ് ഡൈ ഷേപ്പും ഉണ്ട്. ഷേപ്പ് കോംപ്ലക്സ് ആണെങ്കിൽ അതിനെ ഇംപ്രഷൻ ഡൈ ഫോർജിങ് എന്നും, സിമ്പിൾ ആണെങ്കിൽ വിൽ സിംപ്ലി കോൾ ഇറ്റ് ആസ് ക്ലോസ് ഡൈ ഫോർജിങ്. സോ ക്ലോസ് ഡൈ ഫോർജിങ്ങിന്റെ ഇച്ചിരൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഷേപ്പിനെ ഇംപ്രഷൻ ഡൈ ഫോർജിങ് എന്ന് നമ്മൾ വിളിക്കുന്നതേ ഉള്ളൂ. സോ ഇംപ്രഷൻ ഡൈ ഫോർജിങ്, ഈ ഇംപ്രഷൻ ഡൈ ഫോർജിങ് എന്ന് പറയുന്നത് മൂന്നാമത്തെ ഒരു ക്ലാസിഫിക്കേഷൻ അല്ല, പകരം ഇംപ്രഷൻ ഡൈ ഫോർജിങ് എന്ന് പറയുന്നത് ഡൈയിൽ വെട്ടിയിരിക്കുന്ന ക്യാവിറ്റി കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും എന്ന് മാത്രം. അപ്പം അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. എക്സാമിന് ചിലപ്പോൾ ചോദിക്കാം, ഇംപ്രഷൻ ഡൈ ഫോർജിങ് ആണെങ്കിൽ വരയ്ക്കുന്ന ക്യാവിറ്റി കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരയ്ക്കുക, അല്ലെങ്കിൽ ക്ലോസ് ഡൈ ഫോർജിങ് ആണെങ്കിൽ സിമ്പിൾ ക്യാവിറ്റി വരച്ചാൽ മതിയാവും. നിങ്ങൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, ഇൻ ഓപ്പൺ ഡൈ ഫോർജിങ് ദർ വിൽ നോട്ട് ബി എനി ഫ്ലാഷ്. നമ്മൾ എക്സസ് ആയിട്ടുള്ള മെറ്റീരിയൽ ഒന്നും കൊടുക്കുന്നുണ്ടാകത്തില്ല, കറക്റ്റ് എമൗണ്ട് ഓഫ് മെറ്റീരിയൽ ആയിരിക്കും കൊടുക്കുക. നമ്മൾക്ക് വേണ്ടുന്ന ഷേപ്പ് ആ ഓപ്പറേറ്ററുടെ സ്കിൽ അനുസരിച്ച് മാനുഫാക്ചർ ചെയ്തെടുക്കും. എന്നാൽ ക്ലോസ് ഡൈ ഫോർജിങ്ങിൽ നമ്മൾ യൂഷ്വലി
excess amount of material ആയിരിക്കും വെക്കുക. ഇവിടെ നോക്കിക്കേ, it will be near like ഒരു സ്ക്വയർ ഷേപ്പാണ്. ആ സ്ക്വയർ ഷേപ്പിൽ എക്സസ് വരുന്ന മെറ്റീരിയൽ ഈ മോൾഡിന്റെ പെരിഫറിയിലൂടെ അല്ലെ ഡൈയുടെ പെരിഫറിയിലൂടെ പുറത്തേക്ക് വരുന്നു. ദിസ് വിൽ ബി റിമൂവ്ഡ് ഓഫ്. ഈ ഇംപ്രഷൻ ഡൈ ഫോർജിങ്ങിൽ നോക്കിക്കോളൂ, ആ ക്യാവിറ്റി കഴിഞ്ഞിട്ട് ഡൈയുടെ പെരിഫറിയിലൂടെ എക്സസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന മെറ്റീരിയൽ പുറത്തേക്ക് പോകുന്നു. ആൻഡ് ദാറ്റ് എക്സസ് മെറ്റീരിയൽ ഇസ് കോൾഡ് ആസ് ഫ്ലാഷ്. ഈ കാണുന്നത് പാർട്ടിംഗ് ലൈൻ ആണ്. അവിടെ നിന്നായിരിക്കും മോൾഡ് രണ്ടായിട്ട് ഓപ്പൺ ആയി പോവുക. അപ്പോൾ ഈ ഫ്ലാഷ് എന്തിനാ കൊടുക്കുന്നത്? ഈ ഫ്ലാഷ് എന്ന് പറയുന്നത് ഈ ക്യാവിറ്റി ഫുള്ളി ഫിൽഡ് ആയിട്ടുണ്ടെന്ന് നമ്മൾ എൻഷുർ ചെയ്യുന്നത് ഈ ഫ്ലാഷ് വെച്ചിട്ടായിരിക്കും കേട്ടോ. അപ്പം because of giving this extra amount of material, we could ensure that the product will be having maximum density as possible. Now we'll directly go to open die forging. Most forging operations begin with open die forging. Open die forging is hot mechanical forming between flat or shaped disc in which the metal flow is not completely restricted. ഇതിനകത്ത് മെറ്റൽ ഫ്ലോയ്ക്ക് ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടാകത്തില്ല. സോ ദാറ്റ് മീൻസ് ഇൻ ദിസ് ഫിഗർ ഇറ്റ് ഇസ് ടോപ്പ്, ഈ മുകളിൽ കാണിച്ചിരിക്കുന്ന ഫിഗറിൽ ആസ് വി ഫോഴ്സസ് ദ ഡൈ ഓർ ദ പഞ്ച് ഓവർ ദ വർക്ക് പീസ് എന്താ സംഭവിക്കുക? ഇറ്റ് ക്യാൻ ഇൻക്രീസ് ഇറ്റ് വിഡ്ത്ത് അല്ലേ? ആ വിഡ്ത്തിൽ നമുക്ക് ഒരു റെസ്ട്രിക്ഷൻ കൊടുക്കുന്നുണ്ടോ? ഇല്ല. ഇറ്റ് ക്യാൻ ഇൻക്രീസ് അപ് ടു maximum extent. അതാണ് നോ റെസ്ട്രിക്ഷൻ എന്ന് പറയാൻ കാര്യം. ദ സ്റ്റോക്ക് ഈസ് ലെയ്ഡ് ഓൺ ഫ്ലാറ്റ് ആംഗിൾ. ഈ എപ്പോഴും ഓർത്തോള, ഈ താഴത്തെ ഭാഗം, ഈ മൗസ് പോയിന്റിൽ ഇരിക്കുന്ന ഈ താഴത്തെ ഭാഗത്തിനാണ് ആംഗിൾ എന്ന് പറയുന്നത്. വൈൽ ദ ഫ്ലാറ്റ് ഫേസ് ഓഫ് ദ ഫോർജിംഗ് ഹാമർ ഈസ് സ്ട്രക്ക് അഗൈൻസ്റ്റ് ദ സ്റ്റോക്ക്. ദിസ് ഡോട്ടഡ് rectangular piece is called as stock or the raw material. ഈ മേളിൽ കാണുന്ന ആരോ ഉള്ള ഭാഗം it is the hammer. The equipment may range from the anvil and hammer to giant hydraulic presses. ഇതിനകത്ത് ഒരു ഹാമറും ആൻവിലാണ് കാണിച്ചിരിക്കുന്നത്. അവിടുന്ന് വലിയ ഹൈഡ്രോളിക്, നമ്മൾ വീഡിയോയിൽ ട്രയൽ ലെക്ചറിനകത്തെ വീഡിയോയിൽ കണ്ട പോലെ വലിയ പ്രസ്സുകൾ ഉപയോഗിച്ചും നമ്മൾ ഫോർജ് ചെയ്യാറുണ്ട്. The presses is used for mostly large objects or when the number of parts produced is small. Open die forging എന്ന് പറയുന്നത് എപ്പോഴും വലിയ ഫോർജ് പാർട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ if the product part is small but the number also should be less. കുഞ്ഞു നമ്പേഴ്സ് മാത്രം, എണ്ണത്തിൽ കുറവാണെങ്കിലും നമ്മൾ ഓപ്പൺ ഡൈ ഫോർജിങ് ആയിരിക്കും ഉപയോഗിക്കുക. എന്തുകൊണ്ടാണ് അങ്ങനെ? കാരണം ക്ലോത്ത് ഡൈ ഫോർജിങ്ങിൽ അതുപോലെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡൈ ഉണ്ടാക്കി എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആ ഡൈക്കുള്ള കാശൂടെ നമ്മൾ മുടക്കേണ്ടി വരും. അതുകൊണ്ടാണ് to make it economical, we go for open die forging. But we require a very skilled operator to get complex shape in open die forging. അതൊരു restriction, അതൊരു disadvantage ആണ്. This shows the stages of open die forging. Open die forging ഈ മേളിൽ കാണുന്ന 2 meter diameter ഉള്ള 3 meter length ഉള്ള ഒരു റൗണ്ട് സ്റ്റോക്കിൽ നിന്ന്, സർക്കുലർ സിലിണ്ടറിക്കൽ സ്റ്റോക്കിൽ നിന്ന് സ്റ്റെപ്ഡ് ആയിട്ടുള്ള ഷാഫ്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ വേരിയസ് സ്റ്റെപ്സ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് ഫോർജിങ് ലാർജ് ടർബൈൻ ഷാഫ്റ്റ്. Whereas from a hollow cylindrical tube of 2 meter diameter and length 3 meter, we are forging out a pressure vessel. ഇതും ഈ രണ്ടാമത് കാണിച്ചിരിക്കുന്നതും ഇറ്റ് ഈസ് എ ഫോർജിങ് ഓപ്പറേഷൻ. ഈ ഒരു കേസിൽ യു കുഡ് സീ ദാറ്റ് ഇൻ ഓവർ ദ ബാർ സ്റ്റോക്ക് ദർ ഇസ് എ ആരോ. ഈ ഒരു ആരോ ഉണ്ടല്ലോ, ഈ ആരോ എന്ന് പറയുന്നതായിരിക്കും ഓരോ പ്രാവശ്യവും ദ ബാർ സ്റ്റോക്ക് ഓർ ദ വർക്ക് പീസ് ഈസ് റൊട്ടേറ്റഡ് to obtain the correct shape. ഈ ഒരു പ്രാവശ്യം ഒരേ ഒരു പൊസിഷനിൽ വെച്ചിട്ട് അടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക? ഈ ഒരു റൗണ്ട് ഒരിക്കലും കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ ഓരോ പ്രാവശ്യവും പ്രസ് ചെയ്തില്ല ഹാമർ കൊണ്ട് അടിച്ചതിന് ശേഷം we have to rotate the work piece. അതിപ്പം
solid ആയിട്ടുള്ള ഷാഫ്റ്റ് ആണെങ്കിലും ശരി, ഹോളോ ആയിട്ടുള്ള ഷാഫ്റ്റ് ആണെങ്കിലും ശരി, we have to rotate the workpiece. ഇവിടെ നോക്കിക്കോളൂ, ആരോ ഉണ്ട്. ആരോയുടെ ഡയറക്ഷനിൽ ഓരോ സ്ട്രോക്ക് കഴിഞ്ഞിട്ടും we will be rotating. അപ്പോൾ in open die forging ഒരിക്കലും ഒരു സിംഗിൾ സ്ട്രോക്കിൽ നമുക്ക് അറ്റൈൻഡ് ആയിട്ടുള്ള ഡയമെൻഷനോ അല്ലെ റിക്വയർഡ് ആയിട്ടുള്ള ഡയമെൻഷനോ അല്ലെങ്കിൽ ഷേപ്പോ അച്ചീവബിൾ അല്ല. It needs numerous steps to obtain the required dimension as well as shape. Second, again in a shaft, നമുക്ക് ഒരു റെക്ടാങ്കുലർ സ്റ്റോക്കിൽ നിന്ന് റൗണ്ട് ഷാഫ്റ്റ് അതിന്റെ എൻഡിലെ ഡയമീറ്റർ എൻഡിലെ ഡയമീറ്റേഴ്സ് രണ്ട് എൻഡിലെ ഡയമീറ്റേഴ്സ് കുറവും നടുക്ക് ഡയമീറ്റർ കൂടുതലുമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരെണ്ണമാണ് കാണിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഒരു സ്ക്വയർ വർക്ക് പീസിനെ അതിനെ റൗണ്ട് വർക്ക് പീസ് ആക്കുമ്പോൾ അതിന്റെ ലെങ്ത് കൂടും. ഇറ്റ് ഈസ് എ ഫുള്ളറിംഗ് ഓപ്പറേഷൻ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, അതിന്റെ ഓരോ പോയിന്റ്സും ഇപ്പം നമുക്ക് നടുക്ക് ഡയമീറ്റർ കൂടുതൽ വേണം. അത് നടുക്കത്തെ എത്ര മീറ്റർ എത്ര എംഎമ്മിലാണോ ഡയമീറ്റർ എത്ര ലെങ്തിലാണോ ഡയമീറ്റർ കൂടുതൽ വേണ്ടത് ആ ലെങ്ത് മാർക്ക് ചെയ്യണം. മാർക്ക് സ്റ്റെപ്പ് ലൊക്കേഷൻസ് ഈ മാർക്കിംഗ് ടൂൾ വെച്ചിട്ട് ഈ രണ്ട് ലൊക്കേഷനും ഈ രണ്ട് പൊസിഷനും മാർക്ക് ചെയ്തു. അവിടെ എന്ത് ചെയ്യണം, ഡയമീറ്റർ കൂടുതൽ വേണം. സോ ഓൺ ഈച്ച് സ്ട്രോക്ക് വി ആർ റൊട്ടേറ്റിംഗ് ദ വർക്ക് പീസ്. നിങ്ങൾക്ക് ഇവിടെ ഒരു ആരോ കാണാം. ആ ആരോയുടെ ഡയറക്ഷനിൽ നമ്മൾ ഓരോ സ്റ്റേജിലും എന്ത് ചെയ്യുക, വർക്ക് റൊട്ടേറ്റ് ചെയ്തായിരിക്കും പോവുക. എന്ത് ചെയ്യുക, ആദ്യം റൈറ്റ് സൈഡ് ഫോർജ് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യും, ഫോർജ് ചെയ്യുന്നത് ഇത് എന്ത് ഓപ്പറേഷൻ ആണ്, ഫുള്ളറിംഗ് ഓപ്പറേഷൻ ആണ്. ബിക്കോസ് ഡയമീറ്റർ ഇസ് ബീൻ റെഡ്യൂസ്ഡ് ആൻഡ് length is being increased. Right side forge ചെയ്യുമ്പോഴത്തേനും we will reverse the product. ഇപ്പം ഫോർജ് ചെയ്ത് തീർന്ന ഭാഗം നമ്മൾ ഹോൾഡ് ചെയ്യും. അതർ സൈഡ് we will again forge it to required dimension. നടുക്കത്തെ ഭാഗത്തെ ഡയമെൻഷൻ നേരത്തെ അറ്റൈൻ ചെയ്തതാണ്. പിന്നെ എന്ത് ചെയ്യുക, നമ്മൾ ഈ റൊട്ടേഷന്റെ ആ ഒരു ലെങ്ത് കുറച്ചിട്ട് ചെറിയ റൊട്ടേഷൻ ആക്കും. You could see that in for initial stages there will be steps on the work piece. ചെറിയ സ്റ്റെപ്പുകൾ പോലെ കണ്ടില്ലായിരുന്നു. അതെന്തുകൊണ്ടാണ്, ഓരോ ആ റൊട്ടേഷന്റെ ഡിസ്റ്റൻസ് കൂടുതലായതുകൊണ്ടാണ്. ഈ ഫിനിഷിംഗിൽ എന്ത് ചെയ്യും, നമ്മൾ ചെറിയ റൊട്ടേഷൻ കൊടുക്കുള്ളൂ. അപ്പൊ എന്ത് ചെയ്യും, നല്ലപോലെ അടിച്ച് പരന്നിട്ട് there will be a smooth surface finish over the work piece. അത് ഈ ഫിഗറിൽ നിന്ന് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. Now we will move to our next topic, that is advantage and disadvantage of open die forging. Advantage എന്ന് പറയുന്നത് it is simple, inexpensive dies ആണ്. നമ്മൾ സെപ്പറേറ്റ് ഡൈ മേടിക്കണ്ട. ഏതൊരു പ്രൊഡക്റ്റ് ഏതൊരു ഷേപ്പുള്ള പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി സെയിം ഡൈ തന്നെ ഉപയോഗിക്കാം. വൈഡ് റേഞ്ച് ഓഫ് സൈസസ് ക്യാൻ ബി പ്രൊഡ്യൂസ്. ഇറ്റ് ഹാസ് ഗുഡ് സ്ട്രെങ്ത്. ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് only simple shapes can be produced. കോംപ്ലിക്കേറ്റഡ് ഷേപ്സ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. ഡിഫിക്കൽട്ട് ടു ഹോൾഡ് ക്ലോസ് ടോളറൻസസ്. ടോളറൻസ് എന്ന് പറഞ്ഞാൽ ഡയമെൻഷൻ ഇപ്പം 10 mm ഡയമീറ്റർ ഒരു ഡയമീറ്റർ ഉള്ള ഒരു ഷാഫ്റ്റ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യണം. ആ കൃത്യം 10 mm നമുക്ക് പറ്റുമോ? ഇല്ല. ഒരാൾ തന്നെ അത് റൊട്ടേറ്റ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് ടോളറൻസ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. കാരണം 10 mm അടുത്ത് നമുക്ക് ഒരിക്കലും കിട്ടില്ല. പിന്നെ മെഷീനിങ് ഈസ് നെസസറി ബിക്കോസ് ദർ ആർ ന്യൂമറസ് സ്റ്റെപ്സ് while doing it. കാരണം നമ്മൾ മാനുവലി അത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. സോ വി നീഡ് ടു മെഷീൻ ഇറ്റ്. ലോ പ്രൊഡക്ഷൻ റേറ്റ്, ഇറ്റ് ടേക്സ് ടൈം. കാരണം എന്തുകൊണ്ടാണ്, ഒരു സിംഗിൾ സ്ട്രോക്കിൽ നമുക്കത് ഫിനിഷ് ചെയ്യാൻ പറ്റത്തില്ല. പുവർ യൂട്ടിലൈസേഷൻ ഓഫ് മെറ്റീരിയൽ, അതേപോലെ ഹൈ സ്കിൽഡ് ലേബർ ഈസ് റിക്വയർഡ്. ഇതൊക്കെ ആയിരിക്കും ഓപ്പൺ ഡൈ ഫോർജിങ്ങിന്റെ ലിമിറ്റേഷൻസ്. ഓപ്പൺ ഡൈ ഫോർജിങ്ങിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, അത് വീണ്ടും ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. Now we will go for closed die forging. Closed die forging or impression die forging. എപ്പോഴാണ് impression die forging എന്ന് പറയുക? When the cavity which is machined in the die when it becomes complicated, then we call it as impression die forging. അത് ഒരു സിമ്പിൾ ഷേപ്പ് ആണെങ്കിൽ ഇപ്പൊ കാണുന്നത് നോക്കിയ ഒരു ഓവൽ ഷേപ്പ് ആണ് അല്ലേ? ആ ഓവൽ ഷേപ്പ് മാത്രമാണെങ്കിൽ then we call it as closed die forging. The workpiece is deformed between two die halves which carry the impression of the desired shape. ഏത് ഷേപ്പാണോ ഇവിടെ നോക്കിയ ഒരു പമ്പര പോലത്തെ ഒരു ഷേപ്പ് അല്ലയോ, ഏത് ഷേപ്പാണോ വേണ്ടിയത് ആ ഷേപ്പ് ഡൈയില് നമ്മൾ മെഷീൻ ചെയ്ത് വെട്ടിയെടുത്തിട്ടുണ്ടാവും.
The workpiece is deformed under high pressure in a closed cavity. So we will be giving very high pressure with the help of a press or drop hammers. Normally, it is used for making small components. Closed die forging is used for making small components, whereas open die forging was used for making big components. The process provides precision forging with close dimensional tolerance. Open die forging in അപേക്ഷിച്ച് ഇതിന്റെ dimensional tolerance എന്ന് പറയുന്നത് വളരെ അടുത്തുള്ളത് കിട്ടും. If the diameter is 10, we'll get near about dimension with closed die forging. Closed die forgings are expensive than open die forging. എന്തുകൊണ്ടാണ്? ഈ മേളിൽ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ക്യാവിറ്റി കൊണ്ട് വേറെ ഏതെങ്കിലും ഷേപ്പ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. ഈ ഒരു ഷേപ്പ് ഉപയോഗിക്കാൻ വേണ്ടി മാത്രം we have to make a custom die for this. ഈ ഒരു ഷേപ്പ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ഡൈ വിൽ ഗോ ആസ് വേസ്റ്റ്. അതുകൊണ്ടാണ് ക്ലോസ് ഡൈ ഫോർജിംഗ് എന്ന് പറയുന്നത് എക്സ്പെൻസീവ് ആയി പോകുന്നത്. ഓപ്പൺ ഡൈ ഫോർജിംഗ് എന്ന് പറയുന്നത് അതിന്റെ പഞ്ചും അതേപോലെ ആൻവിലും അല്ലെ ഡൈയും അതേപോലെ ആൻവിലും ഫ്ലാറ്റ് ആയതുകൊണ്ട് ഏത് ഈ പ്രൊഡക്റ്റ് മാറി വരുന്നതിനനുസരിച്ച് സെയിം ഡൈയും സെയിം ആൻവിലും നമുക്ക് യൂസ് ചെയ്യാമായിരുന്നു. പക്ഷേ ക്ലോസ് ഡൈ ഫോർജിങ്ങിന് പ്രൊഡക്റ്റ് മാറി വരുന്നതിനനുസരിച്ച് അതിന്റെ ഷേപ്പും മാറും. അപ്പം നമുക്ക് സെയിം ഡൈസ് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. വേറെ വേറെ ഡൈസ് നമ്മൾ മാനുഫാക്ചർ ചെയ്യേണ്ടി വരും. ഇനി ക്ലോസ്ഡ് ഡൈ ഫോർജിങ്ങിൽ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് it is the flash. Functions of flash. Flash serve two purposes. Act as a safety valve for excess material. The excess material which is supplied to the die will be flowed as flash into these flash gutters. The flash gutter and open space that will be near to the cavity after the land, where excess amount of material will be collected. Build up high pressure to ensure that metal fills all the recesses of the die cavity. ഓരോ ചെറിയ പോർഷനും ഡൈയിലെ ഓരോ നിങ്ങൾ നേരത്തെ കണ്ട ഡൈയില് ചെറിയ പോർഷൻസ് ഉണ്ടായിരുന്നു ഇല്ലോ? ഇതല്ലേ ഓരോ ചെറിയ പോർഷനുകളും കൃത്യമായി ഫില്ല് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് എൻഷുർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അധികം മെറ്റീരിയൽ കൊടുക്കണം. എന്നാലേ ഹൈ പ്രഷർ അവിടെ ബിൽഡപ്പ് ചെയ്യുള്ളൂ. ആ അധികം മെറ്റീരിയൽ എന്ത് ചെയ്യുക? ഫ്ലോ പ്രഷർ കാരണം ഇറ്റ് വിൽ ഫ്ലോ ഔട്ട് ത്രൂ ദ പെരിഫറി ഓഫ് ദ ഡൈ ടുവേർഡ്സ് ഫ്ലാഷ് ഗട്ടേഴ്സ്. ഫ്ലാഷ് ഗട്ടേഴ്സ് ആർ ദ സ്പേസ് ടു കളക്ട് extra amount of material which is supplied to the cavity. So remarks, it is necessary to achieve complete filling of forging cavity without generating excessive pressure against the die that may cause it to fracture. നമ്മൾ എക്സസ് എമൗണ്ട് ഓഫ് മെറ്റീരിയൽ കൊടുത്തില്ല എന്ന് സംഭവിക്കുക? ഫില്ലിംഗ് എൻഷുർ ചെയ്യാൻ വേണ്ടി കൂടുതൽ പ്രഷർ കൊടുക്കേണ്ടി വരും. അപ്പോൾ കൂടുതൽ പ്രഷർ ഹാമറിലോ അതേപോലെ പ്രസ്സിലോ കൊടുത്തു കഴിയുമ്പോൾ what will happen? The material chances of material failure will be more. So always we keep excess material. That excess material will be coming as flash. അപ്പോൾ ഫ്ലാഷ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ചിലപ്പം പരീക്ഷയിൽ ചോദിക്കാം what are the functions of flash? It acts as a safety valve for excess material. അതേപോലെ it gives pressure to fill material in all recesses of die cavity. അത് ഓർത്തോള. അടുത്തത് now we'll move to steps in closed die forging. In closed die forging, billet എന്ന് പറയുന്നത് raw material ആണ്, അല്ലെങ്കിൽ ആദ്യം കൊടുക്കുന്ന വർക്ക് പീസ് ആണ്. The billet is pre-shaped, then it is rough forged, then it goes fine for finishing for die or finishing forging. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? ഈ ഫിനിഷ് ചെയ്ത പ്രൊഡക്റ്റിൽ എപ്പോഴും there will be excess amount of material as flash. ഈ കാണുന്നത് എന്താണ്? ഫ്ലാഷിന്റെ എക്സസ് എമൗണ്ട് ഓഫ് മെറ്റീരിയൽ പുറത്തേക്ക് ചാടിപ്പോന്നിരിക്കുന്ന ത്രൂ ദ പെരിഫറി ഓഫ് ഡ്രൈ ദാറ്റ് ഹാസ് ടു ബി ട്രിംഡ് ഓഫ്. അതിനെ മുറിച്ച് കളയുന്നതിനെയാണ് ഈ കാണുന്ന പോലെ ട്രിമ്മിങ് എന്ന് പറയുന്നത്. അതിനെ എക്സസ് ആയിട്ടുള്ള മെറ്റീരിയലിനെ മുറിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇറ്റ് വിൽ ബി ട്രിംഡ് ആൻഡ് യു വിൽ ഗെറ്റ് ദ ഫൈനൽ പ്രൊഡക്റ്റ്. സോ ദാറ്റ് ഈസ് വൺ
1, 2, 3, 4, 5 and 6. 1, 2, 3, 4. Trimming കഴിയുമ്പോൾ you will get the final product. എപ്പോഴും ഓർത്തോളുക, ഡൈ എന്ന് പറയുന്നത് വർക്ക് പീസിനോട് കോണ്ടാക്ട് വന്നു കഴിയുമ്പോൾ തന്നെ എന്ത് സംഭവിക്കുക, അതിനകത്ത് ഡൈ മെറ്റീരിയൽ ഫ്ലോ ചെയ്യാൻ തുടങ്ങും. ഫ്ലോ ചെയ്ത് ആദ്യത്തെ 2 സ്റ്റേജിൽ ഫ്ലാഷ് ഉണ്ടോ? ഇല്ല. സ്റ്റേജ് ഓരോ സ്ട്രോക്ക് കഴിയുന്നതിനനുസരിച്ച് എന്ത് പറ്റും, എമൗണ്ട് ഓഫ് മെറ്റീരിയൽ കമ്മിങ് ഔട്ട് ആസ് ഫ്ലാഷ് വിൽ ഇൻക്രീസ്. അത് ആ ഒരു ഫ്ലാഷിന്റെ ഫോർജിങ് ലോഡും അതേപോലെ സ്ട്രോക്കും ഫ്ലാഷും തമ്മിലൊരു ഗ്രാഫാണ് ഈ റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്. This slide explains the stages of a closed die forging. In stages of a closed die forging, first stage is a bar stock. We feed the raw material into the die or the cavity where it is slightly deformed. Now then the bar stock length is increased. That operation is called as fullering or it is pre-shaping. Then the second stage, the B എന്ന് പറയുന്ന ഈ കാണുന്നതാണ് fullering operation. ഈ bar stockനെ അപേക്ഷിച്ച് അതിന്റെ length increase ചെയ്യുന്നു. Then we will go for edging operation where the material will be redistributed to various cross sections of the product. ഏതൊക്കെ ക്രോസ് സെക്ഷനിലാണോ കൂടുതൽ മെറ്റീരിയൽ വേണ്ടത് അവിടേക്ക് കുറവ് മെറ്റീരിയൽ വേണ്ടുന്ന ക്രോസ് സെക്ഷനിൽ നിന്ന് മെറ്റീരിയലിനെ മാറ്റി എടുക്കുന്നതിനെ എഡ്ജിങ് എന്ന് പറയുന്നു. We'll make the material to flow from lower cross section to a higher cross section. That is edging. Now after edging, the next operation is called as blocking, where a near net shape is produced. അല്ലെങ്കിൽ റഫ് ഫോർജ് എന്ന് പറയും. നമുക്ക് വേണ്ടുന്ന പ്രൊഡക്റ്റിന്റെ അതേ ഡയമെൻഷൻ ആയിരിക്കില്ല, അതേ ഷേപ്പ് ആയിരിക്കില്ല. എ നിയർ നെറ്റ് ഷേപ്പ് ഈസ് പ്രൊഡ്യൂസ്ഡ് or a rough shape is produced. After blocking, again we will go to finishing die or the finishing impression, from which the exact size and shape of the product is obtained. Exact shape and size of the product is obtained. ആ കിട്ടുന്ന എക്സാക്ട് ഷേപ്പ് ചെയ്ത് ഫിനിഷ് ചെയ്ത പ്രൊഡക്റ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, അതിനെ റിമൂവ് ചെയ്ത് അതിനെ ട്രിം ചെയ്യും. എന്തിനെ ട്രിം ചെയ്യും? ഫ്ലാഷിനെ ട്രിം ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? ഒറിജിനൽ പ്രൊഡക്റ്റ്. നിങ്ങൾ നോക്കിക്കോളൂ, എ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം കൊടുക്കുന്ന റോ മെറ്റീരിയലാണ്. ആ റോ മെറ്റീരിയലിനെ അടുത്ത ക്യാവിറ്റിയിൽ ഈ ഡൈക്കകത്ത് നെക്സ്റ്റ് ക്യാവിറ്റിയിൽ വെച്ച് കഴിയുമ്പം ഇറ്റ് വിൽ ഇൻക്രീസ് ഇറ്റ്സ് ലെങ്ത്. തേർഡ് ക്യാവിറ്റിയിൽ വെച്ച് കഴിയുമ്പം എന്ത് സംഭവിക്കുക, എവിടെയാണോ കൂടുതൽ ക്രോസ് സെക്ഷൻ വേണ്ടുന്നത് ആ ക്രോസ് സെക്ഷനിലേക്ക് കുറവ് ക്രോസ് സെക്ഷൻ ഏരിയ ഉള്ളിടത്തുന്ന മെറ്റീരിയലിനെ ഫ്ലോ ചെയ്യിച്ച് മാറ്റുന്നതിന് എഡ്ജിങ് എന്ന് പറയുന്നു. ബി എന്ന് പറയുന്നത് ഫുള്ളറിംഗ് ആണ്. സി എന്ന് പറയുന്നത് ബ്ലോക്കിംഗ് ആണ്. ഒരു റഫ് ആയിട്ടുള്ള ഷേപ്പ് കിട്ടും വേണ്ടുന്ന ഷേപ്പിൽ നിന്ന്. ഇ എന്ന് പറയുന്നത് ഫിനിഷിംഗ് ഓപ്പറേഷൻ ആണ്. ബ്ലോക്കിംഗ് ചെയ്യുമ്പോൾ റഫ് ഫോർജിങ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് കാണാൻ പറ്റും? അതിന് ചുറ്റും ഫ്ലാഷ് കാണാൻ പറ്റും. ഫ്ലാഷ് എന്ന് പറയുന്നത് നമ്മളെ എക്സസ് ആയിട്ട് കൊടുത്തിരിക്കുന്ന മെറ്റീരിയൽ ആയിരിക്കും. ഈ ഫ്ലാഷ് ഫിനിഷിംഗ് ഓപ്പറേഷൻ ചെയ്ത് കഴിയുമ്പോൾ, ഫിനിഷിംഗ് എന്ന് പറയുന്നത് അടുത്ത ക്യാവിറ്റിയാണ്. ഫിനിഷിംഗ് ഓപ്പറേഷൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കുക, അതിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യും. ബിക്കോസ് വിൽ ഗെറ്റ് we'll make the exact shape of product. ഈ എക്സസ് വന്നിരിക്കുന്ന ഫ്ലാഷിനെ വെട്ടി മാറ്റുന്നതിനെ ട്രിമ്മിംഗ് എന്ന് പറയുന്നു. ആ ട്രിമ്മിംഗ് ചെയ്തിട്ടുള്ള ഫൈനൽ പ്രൊഡക്റ്റ് ആണ് എഫ്. ജി എന്ന് പറയുന്നത് നമ്മൾ ഇതിന്റെ ഔട്ടറിൽ ഉണ്ടായിരുന്ന ഫ്ലാഷ് ആണ്, വേസ്റ്റ് മെറ്റീരിയൽ, അത് കട്ട് ചെയ്ത് മാറ്റിയതാണ് ഈ ജി എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ദ സ്റ്റെപ്സ് ഇൻ പ്രൊഡ്യൂസിംഗ് എ കണക്ടിംഗ് റോഡ്. സ്റ്റെപ്പ് ഇൻ പ്രൊഡ്യൂസിംഗ് എ കണക്ടിംഗ് റോഡ് ഓഫ് ഓട്ടോമൊബൈൽ. 2 കണക്ടിംഗ് റോഡ് കിട്ടും ഓരോ ഓപ്പറേഷനിൽ. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് എൻറ്റയർ ഡൈ. ഇതാണ് എൻറ്റയർ ഡൈ യൂസ്ഡ് ഫോർ പ്രൊഡ്യൂസിംഗ് കണക്ടിംഗ് റോഡ്. സ്റ്റേജസ് ഇൻ ക്ലോസ് ഡൈ ഫോർജിങ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. എക്സാമിന് ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഇംപ്രഷൻ ഡൈ ഫോർജിങ്ങിന്റെ ഈ പടം വരച്ച് നിങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. ഒന്നുകിൽ നിങ്ങൾ
ഈ സ്ലൈഡിലെ പടം വരയ്ക്കുക, അല്ലെങ്കിൽ ഇതിന്റെ പടം വരച്ച് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണ്. മനസ്സിലാകാത്തവര് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ആദ്യത്തെ സ്ട്രോക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇതിനെ എഡ്ജിങ് എന്ന് പറയുന്നത് ഫ്രം ക്രോസ് സെക്ഷൻ, ലോവർ ക്രോസ് സെക്ഷനിൽ നിന്ന് അല്ലെങ്കിൽ കുഞ്ഞു ക്രോസ് സെക്ഷനിൽ നിന്ന് മാക്സിമം ക്രോസ് സെക്ഷൻ വേണ്ടിടത്തേക്ക് മെറ്റീരിയലിനെ നമ്മൾ മൂവ് ചെയ്യിക്കുന്നു. ദാറ്റ് ഈസ് കോൾഡ് എഡ്ജിങ്. പിന്നെ വരുന്നത് എന്താണ്? ഒരു റഫ് ഷേപ്പിലേക്ക്, നമുക്ക് വേണ്ടുന്ന ഷേപ്പ് അല്ലെങ്കിൽ സൈസ് എത്തിയിട്ടില്ല, അതിന്റെ തൊട്ടടുത്ത ഷേപ്പിലേക്ക് എത്തുന്നതിനെയാണ് ബ്ലോക്കിംഗ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ക്യാവിറ്റിയിൽ വെച്ച് കഴിയുമ്പോൾ ഇറ്റ് വിൽ ബി ഫിനിഷിംഗ്. നിങ്ങൾ നോക്കിക്കേ, ഇതിന്റെ സൈഡിലേക്ക് ആഷ് കളറിൽ ഒരു മെറ്റീരിയൽ ഇറങ്ങിപ്പോയിട്ടുണ്ട് മോൾഡിന്റെ പെരിഫറിയിലേക്ക്, സർഫസിലേക്ക്. അതിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ഇറ്റ് ഈസ് കോൾഡ് ആസ് ഫ്ലാഷ്. അപ്പൊ ഈ ഒരു ഫുൾ ആയിട്ട് ഫ്ലാഷ് ഇൻക്ലൂഡ് ചെയ്ത പ്രൊഡക്റ്റ് ആണ് നമുക്ക് എന്തെന്ന് കിട്ടുക? ഈ ഫോർജിങ് ടൈമിന് കിട്ടുക. നമ്മൾ അതിനെ പിന്നെ ട്രിം ചെയ്ത് റിമൂവ് ചെയ്ത് കളയണം. നിങ്ങൾ ബാക്കി കണ്ടോളൂ. ഒരു മെറ്റീരിയൽ നമ്മൾ ഫോഴ്സ് ചെയ്ത് ഒരു പ്രസ്സിൽ വെച്ച് ഫോഴ്സ് ചെയ്ത് നമ്മൾ ഇതിനകത്ത് എക്സസ് എമൗണ്ട് ഓഫ് മെറ്റീരിയൽ ഇട്ടില്ലെങ്കിൽ എന്ത് പറ്റുക? ഈ കോർണേഴ്സ് ഒന്നും ഫിൽ ആകാതെ വരും. ഈ മൗസിന്റെ ആരോ കാണിച്ചിരിക്കുന്ന ഈ കോർണേഴ്സ് ഒന്നും ഫിൽ ആകാതെ വരും. ആ കോർണേഴ്സ് ഒക്കെ ഫിൽ ആവണമെങ്കിൽ നമ്മൾ എപ്പോഴും ഇതുപോലെ എക്സസ് എമൗണ്ട് ഓഫ് മെറ്റീരിയൽ കൊടുക്കണം. അത് എന്ത് ചെയ്യാം? മോൾഡിന്റെ ക്യാവിറ്റിയുടെ സർഫസിൽ കൂടെ ഇത് പുറത്തേക്ക് വരും. ഏതിലേക്ക് വരും? ദിസ് ഇസ് കോൾഡ് ആസ്, ഈ ഒരു ഓവൽ ഷേപ്പുള്ള രണ്ട് എൻഡിലിരിക്കുന്നതിനെ ഫ്ലാഷ് ഗട്ടർ എന്ന് പറയുന്നു. ഈ ഗ്രേ കളർ ഉള്ളതാണ് ഫ്ലാഷ്. അതെന്തുമാണ്? വേസ്റ്റ് മെറ്റീരിയൽ ആണ്. അത് നമ്മൾ പ്രൊഡക്റ്റിന്റെ സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് കളയും. So this grey color flash has to be removed off. ആ റിമൂവ് ചെയ്ത ഓപ്പറേഷനെ ആണ് നമ്മൾ എന്തെന്ന് പറയുക? ട്രിമ്മിങ് എന്ന് പറയുക. So from the you could see in real production this is blocking stage. After blocking it will be finishing, then comes trimming. ഈ ട്രിം ചെയ്ത് ഈ പാഴായ സംഭവമാണ് ഈ കാണുന്നത്. This is called as waste. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ക്ലോസ് ഡൈ ഫോർജിംഗിലെ അഡ്വാൻറ്റേജസ്: ഗുഡ് യൂട്ടിലൈസേഷൻ ഓഫ് മെറ്റീരിയൽ, ബെറ്റർ പ്രോപ്പർട്ടീസ് ദാൻ open die forging, good dimensional accuracy than open die forging, very high production rate and good reproductibility. ഈ reproductibility എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുഡ് reproductibility എന്ന് പറയുന്നത് എല്ലാ പ്രൊഡക്റ്റിനും ഏകദേശം ഒരേ ഡയമെൻഷനിൽ തന്നെ കിട്ടും. നേരെ മറിച്ച് ഓപ്പൺ ഡൈ ഫോർജിങ്ങിലോ വർക്ക് ഓപ്പറേറ്ററിന്റെ അനുസരിച്ച് മാത്രമേ നമുക്ക് ഡയമെൻഷനും ഷേപ്പും കിട്ടുകയുള്ളൂ. ഒരു ഓപ്പറേറ്റർ മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് വരും? ആ റീപ്രൊഡക്ടിബിലിറ്റി പോവും ഓപ്പൺ ഡൈ ഫോർജിങ്ങിനകത്ത്. ക്ലോസ് ഡൈ ഫോർജിങ്ങിനകത്ത് ആര് വന്നെന്ന് പറഞ്ഞാലും അതിനകത്തെ ഷേപ്പും സൈസും ഒരേപോലത്തെ തന്നെ കിട്ടും. ലിമിറ്റേഷൻസ് ഓഫ് ക്ലോസ് ഡൈ ഫോർജിങ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എപ്പോഴും അതിന്റെ കോസ്റ്റ് ഭയങ്കര കൂടുതലായിരിക്കും. സോ പ്രൊഡക്ഷൻ റേറ്റ് ഹാസ് ടു ബി വെരി ഹൈ വെൻ വി ആർ യൂസിങ് ക്ലോസ് ഡൈ ഫോർജിങ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഫ്ലാഷ്ലെസ് അല്ലെങ്കിൽ പ്രിസിഷൻ ഫോർജിങ്. ഇത് ഒരു ക്ലോസ് ഡൈ ഫോർജിങ് ആണ്. ഈ പ്രിസിഷൻ ഫോർജിങ് അല്ലെങ്കിൽ ഫ്ലാഷ്ലെസ് ഫോർജിങ് പറഞ്ഞത് ക്ലോസ് ഡൈ ഫോർജിങ് ആണ്. നിങ്ങൾ ഈ പടത്താൽ നോക്കിക്കോളൂ. എന്നാൽ ക്ലോസ് ഡൈ ഫോർജിങ്ങിനകത്തെ ഫ്ലാഷ് ഉണ്ടായിരുന്നു. ആ ഫ്ലാഷ് എന്ന് പറയുന്ന സംഭവം ഉണ്ടാകത്തില്ല. ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും? ഫ്ലാഷ് എന്ന് പറയുന്നത് നമ്മൾ കട്ട് ചെയ്ത് റിമൂവ് ചെയ്ത് കളയുന്ന സംഭവമാണ്. വെൻ ദ മെറ്റീരിയൽ കോസ്റ്റ് ഈസ് എക്സ്പെൻസീവ്, പ്രൊഡക്റ്റിന് നമുക്ക് വേണ്ടുന്ന പ്രൊഡക്റ്റിന്റെ മെറ്റീരിയൽ കോസ്റ്റ് ഹൈ ആണെങ്കിൽ നമുക്ക് ഒരിക്കലും എന്ത് ഉപയോഗിക്കാൻ പറ്റത്തില്ല? ആ മെറ്റീരിയലിന്റെ വേസ്റ്റേജ് നമുക്ക് അലോ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനത്തെ കേസുകളിൽ നമ്മൾ ഫ്ലാഷ് ഒഴിവാക്കും. ബട്ട് വി ഹാവ് ടു ഗീവ് മോർ ഫോഴ്സ്. എന്നാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള ഷേപ്പ് അവിടെ അറ്റൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. വിൽ സീ എ വീഡിയോ റിഗാർഡിംഗ് ദിസ്. ഈ കാണുന്നത് ഒരു precision forging technique ആണ്. Material will be heated in a furnace. എന്തിനാണ്? recrystallization temperature മുകളിൽ. This is the cavity. bar stroke കൊടുത്തു. There is no flash. നോക്കിയേ, പ്രൊഡക്റ്റ് നേരിട്ട് നമ്മൾ എടുക്കുകയാണ്.
there is no flash or trimming. ഒരൊറ്റ സ്ട്രോക്കേ ഉണ്ടാവുള്ളൂ. ആ സ്ട്രോക്കിൽ you will get the final product. കാണാമോ? കോംപ്ലക്സ് ആയിട്ടുള്ള ഷേപ്പാണ് അതിന് കിട്ടുന്നത്. ദിസ് ഇസ് കോൾഡ് ആസ് പ്രിസിഷൻ ഫോർജിംഗ്. ഇതിനകത്ത് ഡയമെൻഷൻ ടോളറൻസ് വളരെ ക്ലോസ് ടോളറൻസ് നമുക്ക് കിട്ടും. കോംപ്ലിക്കേറ്റഡ് ഷേപ്പും കിട്ടും. ബട്ട് ദ ഫോഴ്സ് റിക്വയർഡ് വിൽ ബി വെരി ഹൈ. സ്പെസിഫിക് എന്താ പറയുക, അധികം ഷിയർ സ്ട്രെങ്ത് ഉള്ള അല്ലെങ്കിൽ ഈൽഡ് സ്ട്രെങ്ത് ഉള്ള മെറ്റീരിയൽ നമുക്ക് പ്രിസിഷൻ ഫോർജിംഗ് ചെയ്യാൻ പറ്റില്ല. സോഫ്റ്റ് മെറ്റീരിയലൊക്കെ നമുക്ക് പ്രിസിഷൻ ഫോർജിംഗ് ചെയ്യാൻ പറ്റും. But in a single stroke you will get the exact dimension of the final product. Trimming ഉണ്ടാവത്തില്ല, കാരണം എന്തുകൊണ്ടാണ്? ഫ്ലാഷ് ഇല്ല. ഇതിൽ ഒട്ടും ഫ്ലാഷ് ഉണ്ടാവത്തില്ല. This forging is called as flashless forging or precision forging. So in this first figure shows the initial contact of die with over the workpiece. Second one, partial compression, and the third one is the final compression. In final compression, you will get the directly finished product without any flash. With this precision forging, we will finish off our first lecture, online lecture, and you have to answer the questions regarding this lecture within 24 hours in the Google Classroom itself. In your you have to answer it in your handwriting. നിങ്ങൾ എഴുതി അത് അസൈൻമെന്റ് കോളത്തിൽ ആയിരിക്കും ഈ ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവുക. ആ ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്യുന്നതിന്റെ അടുത്തായിട്ട് നിങ്ങൾ നിങ്ങളുടെ ആൻസേഴ്സും അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്യുന്ന ആൻസർ ആയിരിക്കും നിങ്ങളുടെ അപ്ലോഡ് ചെയ്യുന്നത് അനുസരിച്ചായിരിക്കും നിങ്ങളുടെ അറ്റൻഡൻസ് കൗണ്ട് ചെയ്യുക. സോ ടേക്ക് കെയർ ഓഫ് ദാറ്റ്. താങ്ക് യു സോ മച്ച്.